ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോരോ ദിവസം നല്ല തിരക്കായിട്ട് വരികയാണ് തിയേറ്ററിൽ. ഒറ്റ ദിവസം കൊണ്ട് 70 ലക്ഷമാണ് കളക്ഷൻ നേടിയത്. 3 ദിവസം കൊണ്ട് 2 കോടി നമ്മുടെ ചോട്ടാ മുംബൈ നേടി. റിലീസ് എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്ക് നല്ലതുപോലെ ജനപിന്തുണയുണ്ടെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് മോഹൻലാലിൻ്റെ ചിത്രം സ്ഫടികം വന്നു കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ജനപിന്തുണയുണ്ടായിരുന്നു. പിന്നീട് ദേവദൂതൻ കടന്നു വന്നു, മണിച്ചിത്രത്താഴ് കടന്നു വന്നു, നല്ലതുപോലെ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി. ഇപ്പോഴത്തെ ചോട്ടാ മുംബൈ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ദേവദൂതനെയും അതുപോലെ തന്നെ സ്ഫടികത്തിനെയൊക്കെ പിന്നിലാക്കി അങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ്. ഇത് എന്തൊരു വരവാണ്! വരവ് തന്നെ വരവ്. എൻ്റെ പൊന്നെ, അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോരോ കാലത്തും മോഹൻലാലിൻ്റെ ഓരോരോ ചിത്രങ്ങളും മികച്ച രീതിയിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോഴും 2025 റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വൈബ്. യൂത്ത് വൈബാണ് മക്കളെ, യൂത്ത് വൈബ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, മമ്മൂക്ക എടുക്കുന്ന ചിത്രങ്ങളൊക്കെ, മമ്മൂക്ക അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ നല്ലതുപോലെ സൂപ്പർ വാല്യൂ ഉള്ള ചിത്രങ്ങളിലാണ് മമ്മൂക്ക എപ്പോഴും അഭിനയിക്കാനായിട്ട് മനസ്സ് കാണിക്കാറുള്ളൂ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളൊക്കെ റിലീസായിട്ട് തിയേറ്ററിൽ വന്നപ്പോൾ നല്ല വിജയമൊന്നും കൊയ്യാൻ സാധിച്ചിട്ടില്ല. മമ്മൂക്കയുടെ വെള്ളിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ജനങ്ങൾ ആ പടം കണ്ടിരുന്നു, അത് ഉറപ്പാണ്, അത് സത്യമാണ്. പക്ഷെ പിന്നീട് വന്ന പാലേരി മാണിക്യം അത് നല്ലതുപോലെ വിജയം കൊയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആവനാഴി ഒരു മികവും പുലർത്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആവനാഴി നല്ലതുപോലെ തിയേറ്ററിലൊന്നും വിജയിച്ചില്ല. രണ്ടാമത് കടന്നു വന്ന വരവൊന്നും വളരെ ശോകമൂകമായിട്ടുള്ള വരവായി മാറി. പിന്നീട് മമ്മൂക്കയുടെ ചിത്രം രണ്ടാം വരവിൽ തകർത്താടിയത് ഒരു വടക്കം വീരഗാഥ മാത്രമാണ്. പക്ഷേ മോഹൻലാലിൻ്റെ പടങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വിജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം മോഹൻലാലിൻ്റെ കയ്യിൽ കുറേ ഐറ്റം സെറ്റപ്പായിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതായത് മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളൊക്കെ നല്ല സൂപ്പർ വാല്യൂ ഉള്ള ചിത്രങ്ങളാണെങ്കിലും, അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് മികവുള്ള ചിത്രങ്ങളാണെങ്കിലും, മോഹൻലാലിൻ്റെ കയ്യിൽ ഈ പടപടപ്പായിട്ടുള്ള, അതായത് ഈ ചോട്ടാ മുംബൈ ഒക്കെ പോലെ തുടങ്ങുന്നതും രസത്തിൽ തന്നെ അവസാനിക്കുന്നതും രസത്തിൽ തന്നെ ആയി തീരുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ പക്കലുണ്ട്. അത് ഒരു പക്ഷേ ആരാധകർക്ക് ആനന്ദം നൽകുന്നവയാണ്. അതുകൊണ്ടാണ് മോഹൻലാൽ ചിത്രങ്ങൾ നല്ലതുപോലെ വിജയം റിലീസായിട്ട് കടന്നു വരുമ്പോൾ കൊയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മോഹൻലാലിൻ്റെ ഇനി കടന്നു വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്, ഉദയനാണ് താരം രണ്ടാമതും കടന്നു വരാൻ പോകുന്നു. റിലീസായിട്ട് ഉദയനാണ് താരം കടന്നു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമേനേക്കാളും കൂടുതൽ മലയാളികൾ നെഞ്ചകത്ത് ഇങ്ങനെ പതിപ്പിച്ച മോഹൻലാൽ ചിത്രങ്ങൾ ഇനി കടന്നു വന്നാൽ ഹിറ്റടിക്കാൻ ചാൻസ് കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണ പ്രഭു, അതുപോലെ തന്നെ നരൻ കിടിലൻ ഐറ്റം ആയിരിക്കുള്ളൂ, നരസിംഹം. ഈ 3 ചിത്രങ്ങൾ നല്ലതുപോലെ റെക്കോർഡ് കളക്ഷൻ നേടാനായിട്ടുള്ള ഐറ്റം തന്നെയാണ്, ഐറ്റം സംഭവമായിരിക്കുള്ളൂ. അപ്പോൾ ആ ചിത്രങ്ങൾ കടന്നു വന്ന നല്ലതുപോലെ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മമ്മൂക്ക പ്രേക്ഷകർ നിരാശപ്പെടേണ്ട, മമ്മൂക്കയുടെ ഫാൻസ് നിരാശപ്പെടേണ്ട. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ മുറവിളി കൂട്ടുന്ന റിലീസിന് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന പടമാണ് ബിഗ് ബി അമൽ നീരദിൻ്റെ ഉണ്ണിയാർ തിരക്കഥ എഴുതിയ സൂപ്പർ പടമാണ്. അപ്പോൾ ഈ ചോട്ടാ മുംബൈ ഇറങ്ങിയ അതേ വർഷം ഇറങ്ങിയ ബിഗ് ബി വീണ്ടും രണ്ടാമത് കടന്നു വരികയാണെങ്കിൽ ഒരു ഓളം തന്നെ എന്തായാലും തിയേറ്ററിൽ ഉണ്ടാക്കും. അതേപോലത്തെ BGM, അതേപോലത്തെ സ്റ്റണ്ടും സൂപ്പർ പടമാണ് ബിഗ് ബി. അപ്പോൾ ബിഗ് ബി കടന്നു വരാനായിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ട്. റിലീസിൽ വന്ന ചിത്രങ്ങളിൽ ഒരു വമ്പൻ ഹിറ്റ് അടിക്കാൻ ചാൻസ് കൂടുതലുള്ള പടമാണ് ബിഗ് ബി. അതുപോലെ തന്നെ ബ്ലാക്ക്, മമ്മൂക്കയുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത, രഞ്ജിത്ത് തന്നെ തിരക്കഥ എഴുതിയ ബ്ലാക്ക് കടന്നു വരികയാണെങ്കിൽ കാരക്കാമുറി ഷൺമുഖന്റെ അഭിനയ പാഠം നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ വീണ്ടും ബ്ലാക്ക് കടന്നു വരട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മമ്മൂക്ക ആരാധകർ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നതും കാലാകാലമായിട്ട് ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും ആരും ഒന്നും മിണ്ടിയിട്ടില്ല. അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം എവിടെ എന്ന് എല്ലാവരും വീണ്ടും ചോദിക്കുകയാണ്. ബെല്ലാരി രാജ വരണം, അവൻ ഈ മണ്ണിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകർ. അപ്പം മമ്മൂക്കയുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണ് ബെല്ലാരി രാജ. ത്രില്ലിംഗ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈപ്പ് സ്റ്റോറി അങ്ങനെ അല്ലെങ്കിൽ പോലും ആ പടം ഒരു ഞെരിപ്പാണ്. ആ പടത്തിലെ കഥാപാത്രമായിട്ടുള്ള ബെല്ലാരി, രാജ എല്ലൂരി, രാജ ബെല്ലാരി, രാജ കില്ലാടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുന്നോട്ടുള്ള പോക്ക് തന്നെ ത്രില്ലടിപ്പിക്കുകയാണ്, മനസ്സിൻ്റെ അകത്തൊരു മാസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ബെല്ലാരി രാജയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ ഇവിടെ കാത്തിരിപ്പുണ്ട്. അല്ലാതെ ആവനാഴി ഒന്നല്ല മമ്മൂക്കയുടെ ആരാധകർക്ക് വേണ്ടത്. അവാർഡ് പടങ്ങൾ മാത്രമല്ല മമ്മൂക്ക
ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ കയ്യിലുള്ള ഐറ്റങ്ങളിലുള്ള പടങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോഹൻലാലിന്റെ ഐറ്റം പടങ്ങളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചിത്രങ്ങൾ നല്ലതുപോലെ വിജയിക്കുന്നു. അപ്പൊ ഇനി മമ്മൂക്കയുടെ ആരാധകർ ആവശ്യപ്പെടുന്ന ബ്ലാക്ക്, ബിഗ് ബി, ബെല്ലാരി രാജയുടെ രാജമാണിക്യം ഇതൊക്കെ കടന്നു വരണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പ്രേക്ഷകർ ഇത്രയും കൂടി മനസ്സിരുത്തി മോഹൻലാലിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറയുന്ന ഒരു കഥാപാത്രം മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ട്. പഴശ്ശിരാജ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഇനി കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ. പഴശ്ശിരാജ കടന്നു വരണമെന്ന് നല്ലതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ കടന്നു വരികയാണെങ്കിൽ വലിയേട്ടൻ നേടിയതിനേക്കാളും കൂടി നല്ലൊരു കളക്ഷൻ ഇവർക്ക് നേടാൻ സാധിക്കും. മമ്മൂക്കയുടെ ആരാധകർക്കും മമ്മൂക്കയുടെ ആ കമ്പനികൾക്കും ഒക്കെ നല്ലതുപോലെ നേടാൻ സാധിക്കും. മമ്മൂക്ക ചിത്രങ്ങൾ നമ്മളൊന്ന് തഴഞ്ഞു മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. മോഹൻലാൽ ചിത്രങ്ങളുടെ ഒപ്പം തന്നെ അതേ വാല്യൂ തന്നെ മമ്മൂക്ക ചിത്രങ്ങൾക്ക് ഉണ്ട്. അപ്പൊ രണ്ടാം വരവിൽ ചോട്ടാ മുംബൈ തകർത്ത് വാരി മുന്നോട്ട് പോകുമ്പോഴും ഒരു പേടി എവിടെയൊക്കെയോ മമ്മൂക്ക ചിത്രങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ പേടിക്കേണ്ട ആവശ്യമില്ല. മമ്മൂക്ക ചിത്രങ്ങളിലെ ബ്ലാക്ക്, ബിഗ് ബി, പഴശ്ശിരാജ, ബെല്ലാരി രാജ, രാജമാണിക്യമൊക്കെ നല്ലതുപോലെ കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ള ചിത്രങ്ങളാണ്. അപ്പൊ ആ ചിത്രങ്ങൾ കടന്നു വരട്ടെ വന്ന് അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് കമന്റുകളായിട്ട് അറിയിക്കൂ. ഓക്കെ, ബൈ.